വൻ വിലക്കുറവിൽ അവശ്യ സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങാം. പെരുമ്പാവൂരിൽ ഗവൺമെന്റ് സർവന്റ് സംഘത്തിന്റെ നേതൃത്വത്തിൽ സഹകരണ സേവന കേന്ദ്രം തുറന്നു. തിങ്കളാഴ്ച വൈകിട്ട് NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ യോഗത്തിൽ അനുമോദിച്ചു. പൊതുവിപണിയിൽ നിന്നും വൻ വിലക്കുറവിൽ ഓഫീസുകളിലേക്കും സ്കൂളുകളിലേക്കും ആവശ്യമായ സ്റ്റേഷനറി ഉൽപ്പന്നങ്ങൾ, കുട്ടികളുടെ പഠനോപകരണങ്ങൾ, നോട്ട് ബുക്കുകൾ എന്നിവയടക്കം വൻ വിലക്കുറവിൽ വാങ്ങാൻ സൗകര്യം. പെരുമ്പാവൂർ ഗവൺമെന്റ് സർവന്റ് സംഘത്തിന്റെ നേതൃത്വത്തിൽ സഹകരണ സേവന കേന്ദ്രം തുറന്നു. ഓൺലൈൻ സൗകര്യവും ഇതോടൊപ്പമുണ്ട്. തിങ്കളാഴ്ച NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. 10 വർഷക്കാലമായിട്ട് മുമ്പ് എനിക്ക് സംഘത്തെക്കുറിച്ച് അറിയാം. 10 വർഷവും അതിന് മുമ്പും ഈ സംഘത്തിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച് നോക്കിക്കണ്ട ഒരു വ്യക്തിയാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ തുടക്കം 100 വർഷം പിന്നിട്ടൊരു സംഘമാണ്. 8 വർഷം കഴിഞ്ഞ പിന്നിട്ട സംഘമാണ്. അതിൻ്റെ തുടക്കത്തിൽ വളരെ കഷ്ടപ്പാട് ഈ സംഘത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സുകുമാരൻ സാറൊക്കെ ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇരിക്കുന്ന ഘട്ടമുണ്ട്. ആ ഘട്ടത്തിൽ നമുക്ക് ഡെപ്പോസിറ്റ് വളരെ കുറവാണ്. ലോൺ കൊടുക്കാനുള്ള പ്രയാസം ഇതെല്ലാം നമ്മൾ നേരിട്ടുകൊണ്ടൊരു കാലഘട്ടമായി. അതിനൊക്കെ ശേഷം നമ്മുടെ ദേവി സാർ ഇതിൻ്റെ പ്രസിഡൻ്റായി വരുന്നു. പിന്നീട് തിലകം ഇതിൻ്റെ പ്രസിഡൻ്റായി വരുന്നു. തിലകം കലാവിധൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന ഘട്ടമെന്ന് പറയുന്നത് ഈ സംഘത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ടൊരു കാലഘട്ടമായി. നമുക്കൊരു മെഡിക്കൽ സ്റ്റോർ ഉണ്ടായി. ആ മെഡിക്കൽ സ്റ്റോർ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാളെ കോൺടാക്ട് ചെയ്തില്ല. കോൺടാക്ട് ചെയ്തിട്ട് കേസ് കൊടുത്തിരുന്നില്ലാന്നാണ് ഞാൻ മനസ്സിലാക്കി. ആ കേസ് തുടരുന്നുണ്ടെന്നാണ് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള നേട്ടങ്ങളും കോട്ടങ്ങളും വെല്ലുവിളികളും ഒക്കെ നേരിട്ടുകൊണ്ടാണ് ഈ സംഘത്തിൻ്റെ പ്രവർത്തനത്തെ മുമ്പോട്ട് കൊണ്ടുപോയത്. 2016 നമ്മുടെ ഈ സംഘത്തിൻ്റെ അന്ന് വേണുസാറ് പ്രസിഡൻ്റായിട്ടുള്ള സംഘം പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ആദ്യം നേരിടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സംഘത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന മെഡിക്കൽ സ്റ്റോറിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ആദ്യം നേരിടുന്നത്. ആ വിഷയത്തെ നന്നായി ടാക്കിൾ ചെയ്ത് അത് പിന്നീട് അതിൻ്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്താൻ ഒക്കെ കഴിയും. അതിനിടയിൽ നമ്മുടെ സെക്രട്ടറി റിട്ടയർഡായി. നിലവിലുണ്ടായിരുന്ന സെക്രട്ടറി റിട്ടയർഡായി. അതാണ് റിട്ടയർഡാവുന്നത്. പിന്നീട് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു 2 ജീവനക്കാരാണ് നമ്മുടെ സംഘത്തിലുണ്ടായിരുന്നത്. പിന്നീട് ഏതാനും ചില താൽക്കാലിക ജീവനക്കാരെ കൂടി വെച്ചുകൊണ്ടാണ് ഈ സംഘത്തിൻ്റെ പ്രവർത്തനം മുമ്പോട്ട് പോയത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ സംഘത്തെ സംബന്ധിച്ച് 4 സ്ഥിരം ജീവനക്കാരുണ്ട്. അസിസ്റ്റന്റ് സെക്രട്ടറി നേരിട്ട് നിയമനം നടത്തി 2 ക്ലർക്കുമാരെ നിയമിച്ചു. അങ്ങനെയൊക്കെ ഈ സംഘത്തിൻ്റെ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ, അങ്ങനെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല, നമ്മുടെ ജില്ലയ്ക്കകത്ത് ഒരു സഹകരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘമായി, ഒരു സൊസൈറ്റിയായി പെരുമ്പാവൂർ ഗവൺമെന്റ് സർവന്റ് സൊസൈറ്റിയെ മാറ്റി തീർക്കാൻ വേണ്ടി കഴിയും. ഈ കഴിഞ്ഞ 8-10 വർഷക്കാലത്തിനകം നമ്മൾ കാണുന്നത് ഇവിടെ 2 സ്ഥാപനമല്ല തുടങ്ങിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ ഇവിടെ പെയിന്റ് ഷോപ്പ് തുടങ്ങി. പെയിന്റ് ഷോപ്പ് ഇതിന് പുറമെ നമ്മുടെ ജില്ലയ്ക്കകത്ത് ഗവൺമെന്റ് സർവന്റ് സംഘം പെയിന്റ് ഷോപ്പിൻ്റെ പ്രവർത്തനം നടത്തുന്നത് കൂത്താട്ടും ഗവൺമെന്റ് സർവന്റ് സംഘമാണ്. അതിന് വലിയ ബിസിനസ് സാമ്രാജ്യങ്ങളുടെ നിൽക്കുന്ന ഒരു സംഘമാണ്. അതിന് പുറമെ നമ്മുടെ പെരുമ്പാവൂർ ആരംഭിച്ചു. 2-2.5 വർഷക്കാലം പിന്നിടുമ്പോൾ അത് ലാഭത്തിലേക്ക്, അത് പ്രവർത്തന ലാഭത്തിനപ്പുറത്ത് ലാഭത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി. നമ്മളിവിടെ ATM കൗണ്ടർ ആരംഭിച്ചു. ATM കൗണ്ടർ ആരംഭിക്കുന്നത് നമുക്കറിയാം 1996 ഗവൺമെൻറ്. ഞാൻ ചരിത്രം പറയുന്നതിന് കാരണം ഉണ്ട് കേട്ടോ, നമ്മളിത് അറിയണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 96 ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോഴാണ് ട്രഷറിയുടെ നേതൃത്വത്തിൽ ATM കൗണ്ടർ ഉണ്ടാകണം എന്ന് തീരുമാനിച്ചത്. അന്ന് പുതുതായി ആരംഭിക്കുന്ന എല്ലാ കെട്ടിടങ്ങളിലും ഒരു മുറി ATM
ഗവൺമെൻറ് മാറി 2011 2001 വന്ന ഗവൺമെൻറ് ആ പ്രവർത്തനത്തെ അവസാനിപ്പിച്ചു. പിന്നീട് അതുമായി മുമ്പോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞില്ല. എങ്കിലും ആ മുറി അങ്ങനെ വെറുതെ കിടന്നു. അത് കിട്ടാനാവശ്യമായ അപേക്ഷ കൊടുക്കുകയും അത് ഏറ്റെടുത്തുകൊണ്ട് അവിടെ ATM കൗണ്ടർ ആരംഭിച്ചു. ഞാൻ ആദ്യം സൂചിപ്പിച്ച പെയിൻറ്റ് കട ആരംഭിച്ചു. നമ്മളെന്താണ് മെഡിക്കൽ സ്റ്റോർ നമ്മൾ നന്നായി മുമ്പോട്ട് കൊണ്ടുപോയി. നമ്മൾ ആരും ചിന്തിക്കാത്ത നിലയിൽ ഇവിടെ റീചാർജ് സെൻ്റർ ആരംഭിച്ചു. നമ്മളെ റീചാർജ് സ്റ്റേഷൻ അവിടെ ആരംഭിച്ചു. ഞാൻ പറയുന്നത് ഇപ്പോൾ 5ാമത് സംരംഭം എന്നുള്ള നിലയിൽ എന്ത് വന്നപ്പോൾ ഈ പറയുന്ന ജനസേവന കേന്ദ്രം എന്ന നിലയിലേക്കുള്ള സംരംഭം കൂടി ആരംഭിക്കുക. തീർച്ചയായും അഭിമാനകരമായ പ്രവർത്തനം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളൊക്കെ തന്നെ വിജയകരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് വിജയകരമായി മുമ്പോട്ട് കൊണ്ടുപോകണം. +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ 9 വിദ്യാർത്ഥികളെ യോഗത്തിൽ അനുമോദിച്ചു. ചടങ്ങിൽ പ്രസിഡന്റ് MR ദീപ അധ്യക്ഷത വഹിച്ചു. ഓണററി സെക്രട്ടറി KP വിനോദ് ആമുഖ പ്രഭാഷണം നടത്തി. അസിസ്റ്റന്റ് സെക്രട്ടറി പാർവതി വേണുഗോപാൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. KSTA ജില്ലാ പ്രസിഡന്റ് G ആനന്ദകുമാർ മുഖ്യാതിഥിയായിരുന്നു. ഇത് മാത്രമുള്ളൂ, ഷീൽഡ് മാത്രമുള്ളത് ഷീൽഡ് മാത്രമുള്ളവർക്ക് അച്ഛൻ വരുമ്പോൾ കൊണ്ടുവന്നാൽ മതി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ പുതിയ തലമുറ മാറിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത്തിരി ക്ഷമിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടേതാണെന്ന് നിങ്ങളുടെ കൈകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അധ്വാനം കൊണ്ട് നേടിയ ഒരു ചെറിയ ക്യാഷ് അവാർഡ് കൂടി സർവീസ് സൊസൈറ്റി തരുന്നുണ്ട്. അതുകൊണ്ട് അതൊരു സന്തോഷകരമാണെന്ന് ഞാൻ പറഞ്ഞു വെച്ചത് മാത്രമേ ഉള്ളൂ. ഞാൻ പ്രസംഗിക്കുന്നില്ല. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നിരന്തരമായി ഈ സംഘത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഒരു സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരു മെഡിക്കൽ സ്റ്റോർ അല്ലെങ്കിൽ ഒരു പെയിന്റ് കട അല്ലെങ്കിൽ ഒരു ചാർജ് ചെയ്യുന്ന ഒരു സ്ഥലം, അങ്ങനെ ഇപ്പോൾ ഏറ്റവും അവസാനം ഈ സർവീസ് സെന്റർ, ഇതൊക്കെ തുടങ്ങുമ്പോൾ ഇതൊക്കെ ചെറിയ ലാഭത്തിനല്ലേ സർവീസ് സൊസൈറ്റി തുടങ്ങുന്നത്. അതിനകത്ത് ഇപ്പോൾ വേറെ എന്താ വലിയ കാര്യം പറയാനുള്ളത് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അതൊക്കെ നിർവഹിക്കുന്ന ജോലി അതിനൊക്കപ്പുറത്താണ്. ഇവിടെ ഒരു പെയിന്റ് കട പൊതു ഉടമസ്ഥതയിൽ തുടങ്ങുമ്പോൾ ആ പെയിന്റ് കട നിർവഹിക്കുന്നത് പെരുമ്പാവൂരിലെ പെയിന്റുകളുടെ വിലയെ ഒരു മിനിമത്തിനപ്പുറത്തേക്ക് പോകാതെ പിടിച്ചു നിർത്തുക എന്നുള്ള ലക്ഷ്യമാണ്. ഒരുപക്ഷെ നമ്മളെക്കാൾ വില കുറച്ച് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു കടക്കാരൻ ഇവിടെ കാണാം. പക്ഷെ അവൻ നോക്കുന്നത് എൻ്റെ കടയിലെ പെയിന്റിന്റെ വില കൂട്ടിയാൽ അപ്പുറം സർവൻസ് സൊസൈറ്റി ഉണ്ട്, അതുകൊണ്ട് എന്ത് വില കൊടുത്തു ഈ കച്ചവടം നിലനിർത്തണം എന്നുള്ളതാണ്. നമ്മൾ ഈ പെയിന്റ് കട എന്ന് അവസാനിപ്പിക്കുന്നോ അന്ന് അവരവരുടെ ശരിയായ പണി തുടങ്ങും. അത് പെയിന്റ് കടയുടെ മാത്രമല്ല, മെഡിക്കൽ സ്റ്റോറിന്റെ കാര്യത്തിലും പെരുമ്പാവൂരിൽ മെഡിക്കൽ സ്റ്റോറുകളുടെ വിലയിൽ എന്തെങ്കിലും ഒരു പൊതുജനങ്ങൾക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം ഇതുപോലെ പൊതു ഉടമസ്ഥതയിൽ തുടങ്ങുന്ന ഒരു സ്ഥാപനമാണ്. അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ തുടങ്ങുന്ന ഈ സർവീസ് സെന്ററിന്റെ കാര്യത്തിലുള്ളത്. അതിനകത്ത് എനിക്കൊരു പറയാനുള്ളൊരു കാര്യം, അത് വിജയിക്കണമെങ്കിൽ ഇപ്പോൾ ഉള്ളൊരു സംവിധാനം മതിയാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിനൊരു ചെവി ഉള്ളൊരു വലിയ പബ്ലിസിറ്റിയുടെ ഒരു ആവശ്യമുണ്ട്. അങ്ങനെയാണ് അത് വിജയിക്കുക. അതിന് പൈസ കൊടുത്തുള്ളൊരു പബ്ലിസിറ്റി അല്ല. ഇവിടെ വന്നാൽ നല്ല സർവീസ് കിട്ടും, പൈസ ചെലവ് കുറവാണ്. സ്റ്റേഷനറി ആണെങ്കിലും കുട്ടികൾക്ക് പഠനാവശ്യത്തിനുള്ള സാധനങ്ങളാണെങ്കിലും സ്കൂളിലേക്കുള്ള സാധനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും വലിയ വ്യത്യാസമുണ്ട് വിലയിൽ. കാരണം അവിടെ അവർക്ക് ലാഭം ആവശ്യമില്ലാത്ത ഈ പറഞ്ഞതുപോലെ പൊതുവിപണിയെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു സ്ഥാപനമായി സർവൻസ് സൊസൈറ്റിയുടെ ഈ സർവീസ് സെന്റർ. അത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് സ്റ്റേഷനറി സാധനങ്ങളുണ്ട്, ഒപ്പം പൊതുജനങ്ങൾക്ക് കിട്ടുന്ന വലിയ സേവനങ്ങളുണ്ട്. സേവനങ്ങളൊക്കെ കിട്ടുന്ന കാര്യം ഇവിടെ പറഞ്ഞു. പല സ്ഥലത്തും നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ പല പേരിട്ടൊക്കെ വിളിക്കുന്നെങ്കിലും അവിടെയൊക്കെ ചെല്ലുമ്പോൾ പ്രൈവറ്റ് സാധനങ്ങൾ ചെല്ലുന്നതിനേക്കാൾ വലിയ ഡിമാൻഡും പ്രത്യേകിച്ചും ചെല്ലുന്നത് കുറച്ച് നിരക്ഷരായ ഇത്തരം കാര്യങ്ങളിൽ പരിചയമില്ലാത്തവരാണ്. അവരോടുള്ള പെരുമാറ്റം, അവരോട് വാങ്ങുന്ന ഫീസുകൾ, അവർക്ക് അവരുടെ ഒരു ഫോം മേടിക്കാനോ ഒരു ഫോം പൂരിപ്പിക്കാനോ ഒക്കെ എടുക്കുന്ന അതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് ഇതുപോലെ പൊതു ഉടമസ്ഥതയിൽ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകത. അതാണ് ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മുടെ സർവൻസ് സൊസൈറ്റി തുടങ്ങി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ രാജേഷിന്റെ മുഖ്യ കാർമ്മികത്വം തുടങ്ങിയ സമിതി ഇപ്പോൾ മറ്റു ചില കാരണങ്ങളാൽ രാജേഷ് ഒരു ഉപദേശകനൊക്കെ ആയി മാറി പുതിയ ആളുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റും ഇതിന്റെ 110 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും നന്നായി കാര്യങ്ങൾ ചെയ്താന്ന് പറഞ്ഞാൽ പഴയ സമിതികൾ മോശമാണെന്നല്ല. പക്ഷേ ചില സമയത്ത് കുറച്ചുകൂടെ ഊർജ്ജത്തിൽ മുന്നോട്ട് പോകും, ചില സമയത്ത് അത് ഒതുങ്ങി ഒന്ന് പതുങ്ങും. അങ്ങനെ പല ഘട്ടങ്ങളായിട്ട് നമുക്ക് ഓരോ സ്ഥാപനങ്ങളുടെ ചരിത്രത്തെ വിലയിരുത്താൻ പറ്റും. പെരുമ്പാവൂർ സർവൻസ് സൊസൈറ്റി എല്ലാ സമയത്തും മുന്നിലേക്ക് തന്നെയാണ് പോയത്. ഇപ്പോൾ ഒരു വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടായി എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതിന്റെ ഗുണം അത് ഇവിടുത്തെ ജോലിക്കാർക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ മെമ്പർമാരായ ജീവനക്കാർക്കോ മാത്രം
മാത്രമല്ല, മാസശമ്പളക്കാർക്ക് മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു വീട് വയ്ക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക്, ഏതെങ്കിലും ഒരു അപേക്ഷ പൂരിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക്, ഏതെങ്കിലും ഒരു ഇലക്ട്രിക് വണ്ടി മേടിച്ച് നാടുമായി ബന്ധപ്പെട്ട് തൻ്റെ ഒരു പ്രതിബദ്ധത തെളിയിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ആശുപത്രിയിൽ നിന്ന് മരുന്ന് വാങ്ങാൻ മെഡിക്കൽ സ്റ്റോറിലേക്ക് പോകുന്ന വളരെ ദരിദ്രനാരായണനായ ഒരാൾക്ക് ഒക്കെ ഈ സംഘം പ്രയോജനപ്പെടുന്നു. എങ്ങനെയൊക്കെ ഈ സംഘത്തെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുമെന്ന ഒരാലോചനയിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള, ഞാൻ ഏറ്റവും അവസാനം 3-4 പ്രവർത്തനങ്ങൾ നടന്നെങ്കിൽ അത് ഏറ്റവും മനുഷ്യ ഉപകാരപ്രദമായ, സാധാരണക്കാർക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ് ഇവിടെ നടന്നത്. സുനിസാവ് പറഞ്ഞതുപോലെ അത് കുറച്ച് ഉള്ളിലാണ്, അത് പുറത്തുനിന്ന് ആളുകൾക്ക് കാണാനുള്ള ഒരു അസൗകര്യമാണ്. അത് ചെവിക്ക് ചെവി ആളുകളുടെ ഒരു ചർച്ചയിലൂടെ വളർന്നു വരേണ്ട ഒരു സ്ഥാപനമാണ്. അത് കഴിയട്ടെ. അതിന് ഇനിയും ചില പുതിയ സ്ട്രാറ്റജികൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതിന് കഴിയുന്നവരാണ് ഇതിൻ്റെ ഭരണസമിതിയിലുള്ളത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ പ്രവർത്തനങ്ങളിലെല്ലാം ഈ സർവൻറ്റ് സൊസൈറ്റിയുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ, സർവൻറ്റ് സൊസൈറ്റി ഇപ്പോൾ സഭ പറഞ്ഞതുപോലെ ഇവിടെ ഒത്തിരി ഉണ്ട്. പല സംഘങ്ങളിലും പല പ്രയാസങ്ങളും പല പ്രശ്നങ്ങളും ഏറിയും കുറഞ്ഞുണ്ട്. പക്ഷേ താരതമ്യേന എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, എറണാകുളം ജില്ലയിലെ ഏതൊരു സംഘത്തേക്കാൾ കെട്ടുറപ്പോടെ പോകുന്ന ഒരു സംഘമായി പെരുമ്പാവൂരിന് മാറാൻ കഴിയുന്നത് ഇവിടുത്തെ ജീവനക്കാരും ഇവിടുത്തെ സഹകാരികളും ഇവിടുത്തെ മുൻ ജീവനക്കാരും ഇതിൻ്റെ ഉള്ളിലുള്ള ഇതിൻ്റെ ബോർഡംഗങ്ങളൊക്കെ തമ്മിലുള്ള ഒരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ നമുക്ക് ഇവിടെ വരുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ആ കൂട്ടായ്മ എവിടെയെങ്കിലും ഒരു കണ്ണിയിൽ ചെറിയ ഒരു വിള്ളൽ വരുമ്പോഴാണ് നമ്മുടെ ഇതുപോലെ പൊതുസ്ഥാപനങ്ങളിൽ വലിയ പ്രയാസങ്ങൾ വരുന്നത്. അത് ഇല്ലാതെ മുന്നോട്ട് പോകാൻ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരുടെ ഊർജ്ജം ഒരു നന്നായി ചെലവഴിക്കുന്നുണ്ട്. ഇതിനെല്ലാ ഭാവങ്ങളും നേരുന്നു. അതുപോലെ കുട്ടികൾക്കും +2 പഠിച്ച കുട്ടികൾക്കാണ് ഇപ്പോൾ മൊമെൻ്റ് കൊടുക്കുന്നത്. SLC-കാർക്ക് കഴിഞ്ഞ ദിവസം കൊടുത്തു. അവരുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഘട്ടം പൂർത്തിയാക്കുമ്പോൾ ഇതുപോലെ പൊതു ഇടങ്ങളിൽ നിന്നും കിട്ടുന്ന സമ്മാനങ്ങളും അവർക്ക് വലിയ ഊർജ്ജമാണ്. അവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ബോർഡ് മെമ്പറും മുൻ പ്രസിഡന്റുമായ NM രാജേഷ്, ബോർഡ് മെമ്പർമാരായ P ബിജു, ലിജോ ജോസ്, വിനോദ് VR, സുധാകരൻ, ജീവനക്കാരായ അരുൺജിത്ത്, ശ്രീതു, ബിന്ദു PB, സിന്ധു K, മുൻ ഡയറക്ടർ ബോർഡ് മെമ്പർമാർ, സംഘം സഹകാരികൾ എന്നിവർ പങ്കെടുത്തു. ഓഫീസ് സ്റ്റേഷനറി, രജിസ്റ്ററുകളും ഫോമുകളും, സർവീസ് ബുക്കുകൾ, അപേക്ഷാ ഫോം, DTP, ഫോട്ടോസ്റ്റാറ്റ്, പാൻ കാർഡ്, ബിൽ പേയ്മെന്റ്, പാസ്പോർട്ട് അപേക്ഷ, ഇൻകം ടാക്സ് ഫയലിംഗ്, റെയിൽ കാർഡ്, തൊഴിൽ രജിസ്ട്രേഷൻ, ഡിജിറ്റൽ പേയ്മെന്റ്, സ്കോളർഷിപ്പ് അപേക്ഷകൾ അടക്കമുള്ള സേവനങ്ങൾ ലഭ്യമാണ്. 60-ൽ പരം ഉൽപ്പന്നങ്ങൾ വിലക്കുറവോടെ വാങ്ങാനുള്ള സൗകര്യങ്ങൾ കേന്ദ്രത്തിലുണ്ട്. സർക്കാർ വകുപ്പുകളിലേക്കുള്ള രജിസ്റ്ററുകൾ, പേപ്പർ, സ്റ്റേഷനറി ഐറ്റംസ് എന്നിവയ്ക്ക് ഇനി മറ്റെങ്ങും പോകണ്ട. 8547490911 എന്ന നമ്പറിൽ വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാം. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.